പ്രശ്നമാണല്ലോ. എന്താ തിരുമേനി? മകന്റെ മനഃശാന്തിക്ക് വേണ്ടി വഴിപാടുകൾ കഴിച്ചതുകൊണ്ട് ഫലമുണ്ടാകണമെന്ന് ഉറപ്പില്ല. പിന്നെ എന്തു വേണമെന്നാ പറയുന്നത്? മകൻ വലിയൊരു ആപത്ഘട്ടത്തിലാ ഉള്ളത്. ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും നിങ്ങളെ വിട്ട് മകന് പോകേണ്ടി വരും, ഒരുപാട് ദൂരേക്ക്. തിരുമേനി, വാസയോഗ്യമല്ലാത്ത സ്ഥലത്താണ് നിങ്ങളിപ്പോൾ താമസിക്കുന്നത്. ഈശ്വര കടാക്ഷമില്ലാത്തടത്ത്. ഇപ്പോഴത്തെ വീട്ടിൽ താമസിക്കുന്ന കാലത്തോളം ദോഷങ്ങളും പ്രശ്നങ്ങളും ഒഴിഞ്ഞു പോകില്ല. ഒരു ദുരാത്മാവിന്റെ സാന്നിധ്യം അവിടെ കാണുന്നുണ്ട്. മകനെ വേട്ടയാടുന്ന ഒരു ദുർമരണം അവിടെ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലേ? ഋഷി നാട് വിട്ടു പോയതൊന്നുമല്ല. ഋഷിയെ ഞാൻ കൊന്നതാ. കൊന്ന മൃതദേഹം കുഴിച്ചു മൂടി. അങ്ങനെ എന്തെങ്കിലും അറിവിലുണ്ടോ? അതെ, ഒരു മരണം നടന്നിട്ടുള്ള വീടാ ഞങ്ങളുടെ മീരമോളുടെ. ജീവിച്ച് കൊതി തീരാത്തവരുടെ ആത്മാവ് ജീവിച്ചിരിക്കുന്നവർക്ക് സമാധാനം തരാതെ പിന്തുടരും. ഈശ്വരാ, ഇതിന് പരിഹാരമൊന്നുമില്ലേ തിരുമേനി? പരിഹാരം ഒന്നേ ഉള്ളൂ. ആ വീട് മാറണം, എത്രയും പെട്ടെന്ന്. തിരുമേനി, ആ വീട് അത് ഞങ്ങൾക്ക്... ആ വീട് നിങ്ങൾക്കത്ര ഇഷ്ടപ്പെട്ടതായിരിക്കും. പക്ഷേ അവിടുത്തെ ശാന്തി കിട്ടാത്ത ആത്മാവ് നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല. ഒന്നിനു പുറകെ ഒന്നായി ഓരോ പ്രശ്നങ്ങളാണെന്നല്ലേ പറഞ്ഞത്? അതെ, ഇപ്പൊ എന്റെ മകൻ വലിയ ഡിപ്രഷനിലാ. ഞങ്ങളൊക്കെ ആകെ പതറി നിൽക്കുക. ആ വീട് ഒഴിഞ്ഞ ദോഷങ്ങൾ കുറേയൊക്കെ ഒഴിഞ്ഞു പോകും. വീട് മാറുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും തെളിയുന്നില്ല. തുറന്നു പറയാം, ഇനിയും അവിടെ തുടർന്നാൽ ജീവഹാനി വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ രാത്രിയിൽ പോലും അപകടങ്ങൾ സംഭവിച്ചേക്കാം. തിരുമേനി, ഇന്നെങ്കിൽ ഇന്ന് എത്രയും വേഗം താമസം മാറുക. അവിടുന്ന് മാറുക എന്നുള്ളത് ആർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. മറ്റ് പോംവഴികളൊന്നുമില്ല, അല്ലേ തിരുമേനി? ഇല്ല, ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ് നിങ്ങൾ. നിയമപരമായ പ്രശ്നങ്ങൾ, അപമാനം, ജീവനാപത്ത് എല്ലാം കാണുന്നു. കഴിവതും നേരത്തെ തന്നെ സ്ഥലം കാലിയാക്കുക.